പ്രസാദ്, ഇപ്പോൾ നല്ല രീതിയിലുള്ള പോളിംഗ് ശതമാനം ഈ മണിക്കൂറിൽ രേഖപ്പെടുത്തുമ്പോൾ 40.2% എന്നുള്ളത് ഒരു വലിയ പോളിംഗ് ശതമാനമായി ഈ മണിക്കൂറിലെ പോളിംഗ് ശതമാനത്തെ കണക്കാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു അത് 80 കടക്കുമോ എന്നുള്ളതാണ് ഏറ്റവും കാത്തു നിൽക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ പോളിംഗ് ശതമാനം കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ അത് തങ്ങൾക്ക് അനുകൂലം എന്ന് അവകാശപ്പെടുമെന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ ഈ അവസാന മണിക്കൂറിൽ ഈ അവസാന മണിക്കൂറല്ല, ഈ പകുതി സമയം ആകുമ്പോൾ രാഷ്ട്രീയ നേതാക്കളെ കാണുമ്പോൾ അവരുടെയൊക്കെ ഒരു ആത്മവിശ്വാസം എങ്ങനെയാണ്? വിവിധ പാർട്ടികളിലെ നേതാക്കൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് പ്രസാദ്? സ്മൃതി, ആവേശകരമായ പ്രതികരണമാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. സ്മൃതി പറഞ്ഞതുപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു പോളിംഗ് എന്നുള്ളത് 40% കടക്കുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്, സമയം 12 മണി, 5 മണിക്കൂർ പിന്നിടുന്നു. ഇനിയിപ്പോൾ 6 മണിക്കൂറാണ് പോളിംഗ് ബാക്കിയുള്ളത്. നട്ടുച്ച സമയത്തെ 1 മണിക്കൂർ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇനിയും 5 മണിക്കൂർ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ 6 മണി വരെയുള്ള പോളിംഗ് അത് കനത്ത പോളിംഗ് ആയിരിക്കും. എന്ന് വെച്ച് ഉച്ച സമയത്തുള്ള പോളിംഗിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നിയമമണ്ഡലത്തിലെ 201ാമത്തെ ബൂത്തിൽ നിന്ന്, അതായത് വാഴമുട്ടം സ്കൂളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പിറക് ഭാഗത്ത് അല്പസമയം മുമ്പ് വന്നവരാണെങ്കിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പരാതി കൂടി വരും. ഏറ്റവും മുന്നിലുള്ളവർ പറയുന്നത് 10 മണിയോടുകൂടി എത്തി, മുന്നോട്ട് പ്രായമായവരും വയ്യാത്തവരൊക്കെ പോയി, അതുകൊണ്ട് അവരിവിടെ ബ്ലോക്കായി. ചുരുക്കത്തിൽ 2 മണിക്കൂറിലധികമായി പലരും കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രായമായവരുണ്ട്, ഇതിൽ ഒരുപാട് പേരുണ്ട്, അവരെല്ലാം അവരുടെ ബുദ്ധിമുട്ട് പങ്കുവയ്ക്കുന്നുമുണ്ട്. എത്ര മണിക്കാണ് വന്നത്? കാലത്തെ വന്നു, 10:30 വോട്ട് ചെയ്തു, ചെയ്തിട്ട് വിശ്രമിക്കാണ്. തെരഞ്ഞെടുപ്പ് ആളും കൂടെ അറിയാലേ പോവാൻ പറ്റൂ. അവർക്ക് കിട്ടിയില്ല. നിങ്ങളുടെ കൂടെ 10:30 വന്നവർ ഇപ്പൊ എവിടെ ഉണ്ട്? എവിടെ അവസരം ആയോ? അവസരമായി കാണും. സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ്. ഇപ്പം വന്ന് അകപ്പെട്ടു പോയില്ലേ? കനത്ത തെരഞ്ഞെടുപ്പല്ലേ? എങ്ങനെയുണ്ട് ആവേശം? പേരൊക്കെ വേണ്ടി 3 പേരും കൂടെ കിടന്ന് അടികൂടുന്നല്ലേ? ആവേശം എങ്ങനെയുണ്ട് മൊത്തത്തില്? ആവേശമൊന്നുമില്ല, ഈ വെയിലെന്നേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് ആവേശമില്ല, ആവേശമില്ല. നമ്മളെ ഇത്രയും ഈ 47-ല് നമുക്ക് 48-ലൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയതോ അതിൽ നമ്മളിപ്പോഴെല്ലാം ആവേശം കണ്ടുകൊണ്ട് വന്ന് ഇത്രയും പ്രായം വരെ ജീവിച്ചില്ലേ? ആവേശമില്ലാഞ്ഞിട്ടാണോ അതിലുള്ള 1.5 മണിക്കൂർ ഇങ്ങനെ നിന്നത്? അതിനിപ്പോ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞാലും ചാച്ചിക്ക് വരണമെന്ന് തോന്നും. അപ്പൊ അവരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണോ വന്നത്? തന്നെ അതൊക്കെ വെറുതെ എന്നിട്ട് വോട്ട് ഒഴിവാക്കുമോ? ഇല്ലല്ലോ. ഇല്ല. സുധീ പറഞ്ഞതുപോലെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ടെങ്കിലും വോട്ട് ഒഴിവാക്കിയിട്ടുള്ള ഒരു കളി കടമയാണ് എന്നതുകൊണ്ടാണ്. ആവേശമൊന്നുമില്ല എന്ന് പറയുമ്പോഴും ആ കടമ നിർവഹിക്കുക എന്നുള്ളത് കൊണ്ടാണ് അവർ വോട്ട് ചെയ്യാൻ വരുന്നതെന്നാണ് ആ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത്. പ്രസാദ് ഇപ്പോൾ നിൽക്കുന്നത് നേമം മണ്ഡലത്തിലെ വാഴമുട്ടം സ്കൂളിലാണ്. നേമം മണ്ഡലം സംസ്ഥാനത്ത് ഏറ്റവും നിർണായകമായ മണ്ഡലം. ആ മണ്ഡലത്തിൽ എന്താകും ഫലം എന്നുള്ളത് ഒരു തരത്തിലും വ്യക്തമാകാത്ത രീതിയിൽ 3 പേരും ഒരുപോലെ അവകാശപ്പെടുന്ന ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ നീണ്ട ക്യൂ കാണുന്നു എന്നുള്ളതാണ് പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നത്. റോഷിപാലുമുണ്ട്, ചാക്ക ഗവൺമെന്റ് UP സ്കൂളിലാണ് റോഷിപാലുള്ളത്. റോഷിപാൽ, ഇപ്പോൾ 12 മണിയാകുമ്പോഴേക്കും ക്യൂ കുറയുകയാണോ കൂടുകയാണോ? സാധാരണഗതിയിൽ രാവിലെ വെയിൽ ഉറയ്ക്കും മുമ്പ് വോട്ട് ചെയ്ത് പോവുക എന്നുള്ളതാണ് സാധാരണഗതിയിലെ ഒരു രീതി. പക്ഷെ പലപ്പോഴും ക്യൂ നീണ്ടു പോകുമ്പോൾ അത് സാധ്യമാകില്ല. എന്താണ് ഈ ചാക്ക ഗവൺമെന്റ് UP സ്കൂളിൽ കാണാനാകുന്നത്? സ്മൃതി, തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ചാക്ക ഗവൺമെന്റ് UP സ്കൂളിൽ ഇവിടെ 4 പോളിംഗ് ബൂത്തുകളുണ്ട്. അതിൽ ഒരു പോളിംഗ് ബൂത്തിലാണ് കുറച്ചേറെ തിരക്ക്. സ്ത്രീകളായ വോട്ടർമാരാണ്, അവർ കാത്തിരിക്കുകയാണ്. രാവിലെയൊക്കെ നമ്മൾ ജവഹർ നഗറിലടക്കം ഏതാണ്ട് 10 മണി വരെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. പിന്നീട് തിരക്ക് താരതമ്യേന കുറഞ്ഞു. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കടുത്ത വെയിലാണ്, പക്ഷെ രാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാമെന്ന് കരുതി. ഇവിടെ എന്തോ കൂടുതൽ ആളുകളുണ്ട്. കുറേ സമയമായോ കാത്തിരിക്കും? കുറച്ച് സമയമായി. സ്ലോ, വേഗത കുറവാണ്. ഒരുപാട് സമയമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാലും ജനാധിപത്യത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമാകാൻ കാത്തിരിപ്പിന് മടുപ്പില്ല? ഇല്ല, ഒരു മടുപ്പുമില്ല. തീർച്ചയായിട്ടും. ഇവരൊക്കെ നിൽക്കുകയാണ് ഇങ്ങനെ ആവേശത്തോടെ. ഒരു കാത്തിരിപ്പിന് യാതൊരു മടുപ്പില്ല, കാരണം ഇത് ജനാധിപത്യത്തിന്റെ ഉത്സവം എന്ന നിലയിൽ തന്നെയാണ് കണ്ടത്. ഒട്ടേറെ പേരുണ്ട്. ചേച്ചി ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ, ഇവിടെ തിരക്ക് കുറവാണല്ലേ? ഇപ്പൊ എത്തിയതേ ഉള്ളൂ, എനിക്ക് നടന്നു വരെ കിതക്കണേ. എവിടുന്നാ?
ഞാൻ ഇവിടെ 3 മണിക്ക് തന്നെ ഇവിടെ പേട്ട 3 മണിക്ക്. അപ്പോൾ ഇങ്ങനെ പലരും പ്രായമായ ആളുകളെയൊക്കെ പോലീസും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ സഹായിച്ച് അവർ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെയുണ്ട്. എല്ലാ പോളിംഗ് ബൂത്തിലും അങ്ങനെയാണ്. ഉദ്യോഗസ്ഥന്മാർ അവരെ സഹായിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർമാർക്ക് പരമാവധി വോട്ടിംഗ് ശതമാനം ഉയർത്തുക, കാരണം 80% വോട്ടിംഗ് ശതമാനം എത്തിക്കുക എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷെ അതിന് മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. കാരണം ഈ തവണ SIR-ലൂടെ പല തരത്തിൽ വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരുടെ പേരുകളൊക്കെ വെട്ടിമാറ്റിയതുകൊണ്ടാണ് പ്രതീക്ഷ. കുറെ സമയമായി കാത്തുനിന്നിട്ട് കുറെ നേരമായി. ജോലിയും കഴിഞ്ഞ് വന്നത്. എവിടെയാ ജോലി? വേസ്റ്റ് അടുപ്പാ ജോലി. ഹരിതകർമ്മസേനയാണ്. ഓ അതെ. ഓക്കെ. അപ്പോൾ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് വന്നത്. അപ്പോൾ ഹരിതകർമ്മസേനയുടെ ചേച്ചിയാണ്. അവരൊക്കെ ജോലി കഴിഞ്ഞ് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട്. വോട്ട് രേഖപ്പെടുത്തിയോ? നേരത്തെ എത്തിയോ? അവസ്ഥയിൽ വന്നു. ചൂട് ആയാലും ചൂടൊക്കെ നമ്മുടെ അവകാശമല്ലേ. അതെ. ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മുടെ അവകാശമാണ്. ഈ തവണ കൊടും ചൂടാണെങ്കിൽ പോലും എല്ലാം ഈ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോഴും ഈ വെയിലൊക്കെ അവഗണിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട്. നേരത്തെ മറ്റ് ചില ബൂത്തിലൊക്കെ തിരക്ക് കുറവാണെങ്കിലും ഈ ചാക്കയുള്ള ഗവൺമെന്റ് UP സ്കൂൾ ഇപ്പോഴും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെയും നല്ല പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. ക്യൂ പതുക്കെയാണ് നീങ്ങുന്നത് എന്നാണ് വോട്ടർമാർ അവകാശപ്പെടുന്നത്. ഞാൻ വരാൻ റോഷിപാൽ.